Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? ഇന്നലെ എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? എക്യുപ്മെന്റ് ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കി എടുക്കാലോ. നമുക്ക് ഇനി ഒരു 7 എക്യുപ്മെന്റും കൂടി ഉണ്ട് അല്ലെ പഠിക്കാനായിട്ട് അല്ലെ? ഒരു 7 എക്യുപ്മെന്റും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം. ഓട്ടോക്ലേവ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മ ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചു അല്ലെ? CSSD പഠിച്ചു അല്ലെ? ഓട്ടോക്ലേവ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇൻസിനറേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഓട്ടോക്ലേവ് അല്ലെ? ഓട്ടോക്ലേവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി? ബാക്ടീരിയ റിമൂവ് ചെയ്യാണ്. ഡിസ്പോസൽ മെത്തേഡ് ആണ്. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതാണ് അല്ലെ? അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതല്ലേ? നമ്മ ഏതെങ്കിലും ഒരു ഐറ്റംസിൽ നിന്ന് എന്താണ് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? മൈക്രോ ഓർഗാനിസംസിനെ അതല്ലെങ്കിൽ പാത്തജൻസിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ഓട്ടോക്ലേവ്. അപ്പൊ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയേ. ഓട്ടോക്ലേവ് And autoclave is a mechanical device. Autoclave എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? That uses high temperature, steam and pressure to destroy microorganisms such as bacteria, virus, fungus and spores on items that are put inside its pressure vessel. എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കേണ്ട ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഇല്ലേ? സിറിഞ്ച്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഐറ്റംസ് നമ്മ എന്ത് ചെയ്യും? ഈ ഒരു ഓട്ടോക്ലാവിന്റെ ആ ഒരു വെസലിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഉയർന്ന ടെമ്പറേച്ചറിലുള്ള നീരാവിയും പ്രഷറും മർദ്ദവും ഉപയോഗിച്ച് നമ്മ എന്ത് ചെയ്യാണ്? ഈ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയാണ് അല്ലെ? ഡിസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. നമ്മൾ സർജറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പല ഐറ്റംസ് ഉണ്ടാവും അല്ലെ? നൈഫ് ഉണ്ടാവും, കത്രിക ഉണ്ടാവും അല്ലെ? സിസേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്ത് ഡിസ്പോസൽ ചെയ്യാൻ പറ്റുമോ? ഇതിൽ ഉപയോഗിച്ച ആ മെറ്റീരിയൽസ്, ആ ഒരു ഐറ്റംസ് നമുക്ക് അങ്ങനെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? നമ്മ ആദ്യം എന്ത് ചെയ്യണം? മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയണം അല്ലെ? അതിനുപയോഗിക്കുന്ന ആ ഐറ്റംസ് സിസേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സർജിക്കൽ നൈഫിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം നശിപ്പിച്ച് കളയണ്ടേ? പാത്തജൻസിനെ നശിപ്പിച്ച് കളയണ്ടേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൂടി സ്പ്രെഡ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഐറ്റംസിലാണോ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയേണ്ടത്, ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ ഈ ഓട്ടോക്ലേവിന്റെ വെസലിൽ ഇട്ടിട്ട് നമ്മ എന്ത് ചെയ്യുന്ന? ഉയർന്ന ചൂടുള്ള അല്ലെ? ടെമ്പറേച്ചർ നീരാവിയും പ്രഷർ മർദ്ദവും ഉപയോഗിച്ച് നമ്മ പാത്തജൻസിനെ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയുന്നതാണ് ഓട്ടോക്ലേവ്. ഓക്കെ ആയോ? നമ്മ വീട്ടില് ഇടിയപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ? അതെങ്ങനെയാണ് നമ്മ ഉണ്ടാക്കിയെടുക്കുന്നത്? കുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? സ്റ്റീം ചെയ്യാണ്. സ്റ്റീം ചെയ്യണമെങ്കിൽ നമ്മ എന്തിലാണ് വെക്കുന്നത്? അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാത്രമില്ലേ? ഇഡ്ഡലി ചെമ്പ് ഇല്ലേ? വെസലുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ എന്താണ്? നമുക്ക് ഈ പാത്തജൻസിനെ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയാനായിട്ട് ഈ ഓട്ടോക്ലേവിൽ എന്തിന്? ഒരു വെസലിട്ട് ആ വെസലിൽ നമ്മൾ ഏത് ഐറ്റംസിൽ നിന്നാണോ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കേണ്ടത് അത് ഈ വെസലിൽ ഇട്ടിട്ടാണ് നമ്മിന്റെ ഉയർന്ന നീരാവി ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ ആയോ?
Next, autoclaves are commonly used as steam sterilizers. Autoclave എന്ന് പറഞ്ഞാൽ കോമൺലി അല്ലെ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റീം നീരാവി ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന അണുവിമുക്തമാക്കുന്ന ഒരു മെത്തേഡ് ആണ്. അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഇൻ ഹെൽത്ത് കെയർ, ലബോറട്ടറി, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഫുഡുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസുമായി ബന്ധപ്പെട്ട വ്യവസായ സ്ഥലങ്ങളിലും നമ്മൾ ഇൻഡസ്ട്രീസിൽ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താണ്? സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് അല്ലേ, സ്റ്റീം സ്റ്റെറിലൈസർ ആണ് അല്ലെ, സോറി കേട്ടോ, സ്റ്റീം സ്റ്റെറിലൈസർ അല്ലേ ഇത്, നീരാവി ഉപയോഗിച്ചല്ലേ നമ്മ ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് നമുക്ക് അണുവിമുക്തമാക്കേണ്ട ഐറ്റംസിനെ നമ്മ ഒരു ഓട്ടോക്ലേവ് വെസലിൽ ഇട്ടിട്ട് ഉയർന്ന നീരാവി ഉപയോഗിച്ച് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയുന്നു. അതൊക്കെ എന്താണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആൻഡ് സ്പോർസ്. സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെ, ബീജകോശങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് സെൽസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോക്ലേവ് നമ്മൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില്, ലബോറട്ടറിയില്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസില് യൂസ് ചെയ്യുന്നു. ഇതൊരു നീരാവി അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ഇൻക്യുബേറ്റർ അല്ലെ. എപ്പോഴാണ് അത്, ആർക്കാണ് അത് യൂസ് ചെയ്യുന്നത്? ഇൻക്യുബേറ്റർ എന്നുള്ള എക്യുപ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂ ബോൺ ബേബീസ്, പ്രിമേച്ചർ ബേബീസ് അല്ലെ. എന്താണ്? മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അല്ലെ, ഒരു 7 മാസം 8 മാസമൊക്കെ ആയി പ്രസവിക്കുന്ന കുട്ടികളെ എന്താണ് അവർക്ക് ആ ഒരു ടൈം പീരീഡ് എത്തുന്നത് വരെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതെവിടേക്കാണ് കാണുന്നത്? ഹോസ്പിറ്റലിലുണ്ട് അല്ലെ, ബർത്തിങ് സെന്റേഴ്സില്, പിന്നെ എന്താണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ അല്ലെ, നവജാത ശിശുക്കൾക്കുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലൊക്കെ NICUലൊക്കെ എന്തുണ്ട്? ഈ ഇൻക്യുബേറ്റർ ഉണ്ട്. നോക്കാം, ഇപ്പൊ നമുക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇപ്പൊ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കിടത്താറുണ്ട് അല്ലെ ഇൻക്യുബേറ്ററിൽ, അവർക്ക് കൂടുതൽ കെയർസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, an infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care units. Infant incubator എന്ന് പറഞ്ഞത് ഒരു ചെറിയ അല്ലെ ഒരു സ്മോൾ എക്യുപ്മെന്റ് ആണ്. ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? പീഡിയാട്രിക് ഹോസ്പിറ്റൽ, കുട്ടികൾക്കുള്ള ഹോസ്പിറ്റലില്, ബർത്തിങ് സെന്റേഴ്സില് ആൻഡ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റില് NICUലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. Possibly the most apparent function of an infant incubator is to safeguard infant during the earliest stage of life അല്ലെ. എന്താണ്? ഒരു കുട്ടിയുടെ ഒരു ശിശുവിന്റെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ അല്ലെ എന്താണ് ആദ്യഘട്ട ജീവിതത്തിൽ ലൈഫിന്റെ ആദ്യഘട്ടത്തിൽ അവരെ സേഫ് ഗാർഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നൽകുക എന്നുള്ളതാണ് ഇൻഫാന്റ് ഇൻക്യുബേറ്ററുടെ ഫംഗ്ഷൻ, പ്രവർത്തനം അല്ലെ. ഇപ്പൊ നമുക്ക് പ്രിമേച്ചർ ബർത്ത് എന്നൊക്കെ പറയുമ്പോ എന്താണ്? ഒരു 7 മാസം ആവുന്നതിന് മുമ്പ് കുഞ്ഞിന് ബർത്ത് സംഭവിക്കും അല്ലെ. അപ്പൊ എന്താണ് ബാക്കി ഒരു 2 മാസം 2.5 മാസം കൂടിയും അവരെ വളർച്ചയുടെ ഒരു ഘട്ടല്ലേ അല്ലെ, അവരെ വളർച്ചയുടെ ഘട്ടമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? അവർക്ക് പെട്ടെന്ന് എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ ആ കുഞ്ഞുങ്ങൾക്ക്, ആ ബേബീസിന് അല്ലെ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആ ലേഡിയുടെ യൂട്രസിൽ കിടക്കുന്നത് പോലെ തന്നെ അത്രയും പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണ്ടേ, സേഫ് ഗാർഡ് കൊടുക്കണ്ടേ, സംരക്ഷണം കൊടുക്കണം അല്ലെ.
അപ്പൊ അത് അങ്ങനെ ഒരു കുഞ്ഞിന്റെ നവജാത ശിശുക്കളുടെ എന്താണ് ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ അവർക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒരു ഇൻഫാന്റ് ഇൻക്യുബേറ്റർ കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെയാണോ? നെക്സ്റ്റ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ ഹോസ്പിറ്റലുകളില്? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഡ്രഗ്സ് യൂസ് ചെയ്യാൻ, വാക്സിൻ സൂക്ഷിക്കാൻ, ഇൻസുലിൻ സൂക്ഷിക്കാൻ അല്ലെ. അപ്പൊ നോക്കിയേ, medical refrigerators are particularly designed to meet the requiring temperature demands for safe vaccine storage. അല്ലെ, സുരക്ഷിത മെഡിസിൻ സ്റ്റോർ ചെയ്യാൻ, സുരക്ഷിതമായ വാക്സിൻ സംഭരണത്തിന് അല്ലെ, വാക്സിൻ സ്റ്റോറേജിന് ആവശ്യമായ താപനില നിറവേറ്റുക എന്നുള്ളതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ കൊണ്ടുള്ള ലക്ഷ്യം അല്ലെ. നമുക്ക് ഇപ്പൊ വാക്സിൻ ആണെങ്കിലും ചില തരത്തിലുള്ള മെഡിസിൻ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ, പെർട്ടിക്കുലർ ക്വാളിറ്റിയിലല്ലേ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കൽ റെഫ്രിജറേറ്റർ കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ അല്ലേ? വാക്സിൻ സംഭരണത്തിന് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെ, നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്ന മെഡിസിൻ ആയിക്കോട്ടെ അല്ലെ, ഇൻസുലിൻ ആയിക്കോട്ടെ അല്ലെ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള താപനില ആവശ്യകതകൾ നിറവേറ്റുക എന്നുള്ളതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? With the temperature ranges between 35 degrees Fahrenheit and to 46 degrees Fahrenheit, these medical refrigerator will securely store a wide range. അല്ലെ, എന്താണ് 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനില പരിധിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ റെഫ്രിജറേറ്ററുകളിൽ സുരക്ഷിതമായി നമ്മൾ എന്ത് സൂക്ഷിക്കുന്നു? മരുന്നുകൾ അല്ലെ സൂക്ഷിക്കുന്നു. മരുന്നുകളോ ഇൻസുലിനോ അല്ലെങ്കിൽ എന്താണ് വാക്സിനുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. ക്ലിയർ ആണോ? നമുക്കറിയാം ടെമ്പറേച്ചറിനെ നമുക്ക് 2 ഡിഗ്രിയിലും 2 ഇതിൽ പറയാലോ. ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാം, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നും പറയാം അല്ലെ. യൂണിറ്റ് ആണ് അല്ലെ, നമ്മുടെ ടെമ്പറേച്ചറിന്റെ 2 യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ഒരു എന്താണ് ടെമ്പറേച്ചർ റേഞ്ചസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മെഡിക്കൽ റെഫ്രിജറേറ്ററുകളിൽ മെഡിസിനുകളൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു റേഞ്ച് ചോദിക്കൂട്ടോ. ടെമ്പറേച്ചറിന്റെ റേഞ്ച് മിക്കവാറും ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? വാക്കർ അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലെ. വാക്കർ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എന്താണ് വാക്കർ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. എന്തിനു സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ്? നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വാക്കിങ്ങിന് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, എല്ലാവർക്കും വേണോ അങ്ങനെ ഒരു സപ്പോർട്ട്? വാക്കിങ്ങിന് സപ്പോർട്ട് എല്ലാവർക്കും വേണോ? വേണ്ട. പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രായാധിക്യമായ ആളുകൾക്ക് വേണ്ടി വരും അല്ലെ ചിലപ്പോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അല്ലെ. അപ്പൊ നോക്കിയേ, എ വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം, വാക്കർ എന്നും പറയാം, വാക്കിംഗ് ഫ്രെയിം എന്നും പറയാം അല്ലെ. ഇസ് എൻ ഇൻസ്ട്രുമെന്റ്സ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ്. ഫോർ ഡിസേബിൾഡ് എന്ന് കഴിഞ്ഞിട്ട് വരുന്നതില്ലേ, ഫോർ ഡിസേബിൾഡ് എൽഡർലി എന്നുള്ളത് അത് ക്യാൻസൽ ചെയ്തേ, അത് റിപ്പീറ്റ് ആണ്. ക്യാൻസൽ ചെയ്തോ? A walker or walking frame is an instrument for elderly and disabled people who require extra support to maintain balance or stability while they walk. എന്താണ്? എൽഡർലി പ്രായമായവർക്കോ അതല്ലെങ്കിൽ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്താണ്
വൈകല്യങ്ങളോ അല്ലെ വികലാംഗരോ അങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവരും എന്താണ് അവർക്ക് വാക്കിങ്ങിന് വേണ്ടി ഒരു സ്റ്റെബിലിറ്റിക്കും എന്താണ് അവർക്ക് എക്സ്ട്രാ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എക്സ്ട്രാ സപ്പോർട്ട് നൽകാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് വാക്കർ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വാക്കർ ഉപയോഗിക്കുമ്പോൾ ആ വാക്കറിലേക്കായിരിക്കും നമുക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ വാക്കറിലേക്കല്ലേ സപ്പോർട്ട് കൂടുതൽ കൊടുക്കുന്നത്. ബലം കൊടുക്കുന്നത് കാലുമൽക്ക് കൊടുക്കാറുണ്ടോ? കാലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കാലുമൽക്ക് കൊടുക്കാൻ പറ്റുമോ ബലം? ഇല്ല. നമ്മ എന്ത് ചെയ്യും? എക്സ്ട്രാ സപ്പോർട്ട് നമ്മ ആ വാക്കറിലേക്ക് കൊടുത്തിട്ട് നമ്മ എന്ത് ചെയ്യുന്നു? നമുക്ക് വാക്കിങ്ങിനുള്ള ഒരു സ്ഥിരത അല്ലെ സ്റ്റെബിലിറ്റി ഉണ്ടാകുകയും നമുക്ക് ബാലൻസ് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? അറിയാവുന്നത് തന്നെയാണ് അല്ലെ. ട്രക്കിയോസ്റ്റമി നമ്മ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്താണ് ട്രക്കിയോസ്റ്റമി? എന്താണ് ചെയ്യുന്നത്? എന്ത് പ്രൊസീജിയർ ആണത്? അതൊരു പ്രൊസീജിയർ ആണ്, സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. നെക്കിന്റെ ഫ്രണ്ടിലായിട്ട് അല്ലെ, നെക്കിന്റെ ഫ്രണ്ടിലായിട്ട് എയർവേയിലേക്ക് അല്ലെ, നെക്കിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ട്യൂബുകൾ ഇറക്കിയിട്ട് നമ്മുടെ എയർവേ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ബ്രീത്തിങ്ങിന് എക്സ്ട്രാ സപ്പോർട്ട് നൽകുകയോ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. ഈ എന്താണ് വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആളുകൾക്കാണ് അല്ലെ, കോമ സ്റ്റേജില് വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആളുകൾക്കല്ലേ നമ്മ ട്രക്കിയോസ്റ്റമി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് tracheostomy? This surgical procedure consists of making an incision on the anterior aspect of the neck and opening the direct airway through an incision in the trachea. എന്താണ് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ നെക്കിന്റെ മുൻഭാഗത്തായിട്ട് അല്ലെ, മുൻവശത്തായിട്ട് ഒരു ചെറിയ മുറിവുണ്ടാക്കിയായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? എയർവേയിലേക്ക് ഓപ്പൺ ചെയ്യാണ് അല്ലെ. എയർവേയിലേക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ ഒരു മുറിവിലൂടെ എന്ത് ചെയ്യും? ട്യൂബ് ഇടും അല്ലെ ഉള്ളിലേക്ക്. എന്താണ്? ട്രക്കിയയിലേക്ക് ട്യൂബ് ഇട്ടിട്ടാണ് നമുക്ക് എന്തിന് എയർവേ ഓപ്പൺ ചെയ്യുന്നതും നമ്മുടെ ബ്രീത്തിങ്ങിന് വേണ്ട എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്നതും. ഓക്കെ അല്ലെ? കണ്ടില്ലേ? ആ ഒരു പിക്ചറിൽ കണ്ടില്ലേ നിങ്ങൾ? കഴുത്തിന്റെ മുൻഭാഗത്തൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ട്യൂബ് ഇട്ടിട്ട് നമ്മുടെ എയർവേ ഓപ്പൺ ചെയ്യുകയും നമ്മുടെ ബ്രീത്തിങ്ങിന് വേണ്ട എക്സ്ട്രാ ഒരു സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്രച്ചസ്, ഊന്നുവടി അല്ലെ. ക്രച്ചസ്, ഊന്നുവടി കേട്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഊന്നുവടി ഉപയോഗിക്കുന്നത്? നമ്മ എന്താണ് വാക്കറിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാക്കിങ്ങിന് വേണ്ട ഒരു സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് അല്ലെ, നടക്കാൻ. അപ്പൊ നോക്കിയേ, ക്രച്ചസ് ആർ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ്. ക്രച്ചസ് എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് എയ്ഡ് ആണ് അല്ലെ. ദാറ്റ് ഹെൽപ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബേസ് ഓഫ് സപ്പോർട്ട് അല്ലെ. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ സൈസിനനുസരിച്ച് അവരുടെ എന്താണ് അവർക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ്. They carry weight from the legs to the upper body and are many times used by people who unable to arm their legs to support their weight. എന്താണ് ഈ ഈ ക്രച്ചസ് അല്ലെങ്കിൽ ഈ വാക്കിംഗ് എയ്ഡ് എന്താണ്? നമ്മുടെ കാൽ മുതൽ ശരീരത്തിന്റെ മുകൾ ഭാഗം വരെയുള്ള ഭാരം വഹിക്കുന്നുണ്ടോ? നമ്മ ഫുൾ
പ്രഷർ എന്തിലേക്കാണ് കൊടുക്കുന്നത്? ക്രച്ചസില്. ക്രച്ചസ് ഉപയോഗിക്കുമ്പോൾ ഫുൾ ഭാരം ബോഡി വെയിറ്റ് നമ്മൾ അതിലേക്കല്ലേ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എന്താ? ക്യാരി, അതായത് ക്രച്ചസ് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ, വഹിക്കുന്നുണ്ട്. എന്താണ്? വെയിറ്റ് ഫ്രം ദ ലെഗ്സ് ടു ദി അപ്പർ ബോഡി, നമ്മുടെ കാല് മുതൽ മുകൾ ഭാഗം വരെയുള്ള ബോഡിയുടെ ശരീരത്തിന്റെ വെയിറ്റ് ഈ ക്രച്ചസ് വഹിക്കുന്നു. ആൻഡ് ആർ മെനി ടൈംസ് യൂസ്ഡ് ബൈ പീപ്പിൾ. എപ്പോഴൊക്കെയാണ് ഈ ക്രച്ചസ് ഉപയോഗിക്കുന്നത്? Are their legs to support their weight അല്ലെ? അവരെ എന്താണ് ലെഗ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട്, അവരെ വെയിറ്റ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്തെങ്കിലും ഷോർട്ട് ടേം ഇഞ്ചുറീസ് വരാം, നോക്കിയേ, ഫ്രം ഷോർട്ട് ടേം ഇഞ്ചുറീസ് വരാം ടു ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റി അല്ലെ? അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അല്ലെ അവർ ക്രച്ചസ് ഉപയോഗിക്കുന്നത്. അംഗവൈകല്യങ്ങളുള്ളവരോ അല്ലെ, കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? 3 തരത്തിലുള്ള ക്രച്ചസ് ആണുള്ളത് അല്ലെ? ആക്സില ക്രച്ചസ്, എൽബോ ക്രച്ചസ് ആൻഡ് ഗട്ടർ ക്രച്ചസ് അല്ലെ? ആക്സിലറി എന്നുണ്ട് കേട്ടോ, ആക്സിലറി എന്നുണ്ട് കേട്ടോ. ആക്സിലറി ക്രച്ചസ് എന്ന് പറഞ്ഞാല് നമ്മ കക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? 2 കൈയുടെ അല്ലെ കക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മ ഫുൾ സപ്പോർട്ട് കൊടുത്ത് നടക്കുന്നത് അല്ലെ? അതിന്റെ ആ ഒരു കണ്ടോ, അതിന്റെ ആ ഒരു ഫ്രണ്ട് ഏറ്റവും മുകൾ ഭാഗം എവിടെയായിരിക്കും? നമ്മുടെ കക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ടായിരിക്കും നമ്മ സപ്പോർട്ട് കൊടുത്ത് നടക്കുന്നത്. പിന്നെ എൽബോ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വെക്കുന്നത്? നമ്മുടെ എൽബോയിൽ അല്ലെ? കൈമുട്ടിന്റെ അവിടെയല്ലേ നമ്മ വെക്കുന്നത്? നമ്മ ആ ഹാൻഡിന്റെ കൈമുട്ടിന്റെ അവിടെ അല്ലെ? നമ്മ ഹാൻഡ് അതിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മ അവിടെ പിടിക്കും അല്ലെ? രണ്ടാമത് കാണുന്ന ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് കൈമുട്ടിന്റെ അവിടെയായിരിക്കും ഈ ഒരു സപ്പോർട്ട് വരുന്നത് അല്ലെ? നെക്സ്റ്റ് ഗട്ടർ ക്രച്ചസ് എന്ന് പറഞ്ഞാല് നമുക്ക് കൈക്ക് ഹാൻഡിന് എന്തെങ്കിലും വീക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഗട്ടർ ക്രച്ചസ് യൂസ് ചെയ്യുന്നത്. വീക്ക് ഹാൻഡ്, എൽബോ. നമ്മുടെ റിസ്റ്റിനൊക്കെ വേദനയൊക്കെ വരില്ലേ? കൈത്തണ്ടക്കൊക്കെ വേദന വരില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കൈ താഴേക്കിട്ട് ഇരിക്കാനൊന്നും പറ്റൂല അല്ലെ? കൈത്തണ്ടക്കൊക്കെ വേദന വരുമ്പോൾ ഈ നെർവിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് എന്തുവരും കൈക്ക് മരയിപ്പ്, തരിപ്പ്, കൈവേദനയൊക്കെ ഭയങ്കര അസഹ്യമായ കൈവേദനയൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഒരു സപ്പോർട്ട് നൽകാനാണ് ഗട്ടർ ക്രച്ചസ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? A cardiac monitor is an equipment that exhibit the electrical and pressure wavefronts in cardiac vascular system for measurement and treatment അല്ലെ? എന്താണ്? നമുക്ക് നമ്മുടെ ഹാർട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ എന്താണ് കാർഡിയോവാസ്കുലാർ സിസ്റ്റംസ് മെഷർ ചെയ്യാൻ അല്ലെ? അളക്കാനും അതിന്റെ എന്താണ് എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത്. അതിലെന്താണ് എക്സിബിറ്റ് ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നത്? എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ വേവ്സുകളല്ലേ? ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോംസുകളാണ് അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ വേവുകളല്ലേ? ഹാർട്ട് ബീറ്റ് അല്ലേ? അല്ലെ? അപ്പൊ എന്താണ്? പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫങ്ഷൻ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ്. ഇതെന്താണ്? നമ്മുടെ ശ്വസനത്തിന്റെ ശ്വസന പ്രവർത്തനത്തിന്റെ പ്രത്യേക പാരാമീറ്ററും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, നമുക്ക് ഈ കാർഡിയാക്കില് ഇതാണ് കാർഡിയാക് മോണിറ്റർ. കണ്ടിട്ടുണ്ടോ? പലതരത്തിലുള്ളതുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അല്ലേ? അപ്പൊ അതിലെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം മാത്രമായിരിക്കും മോണിറ്റർ ചെയ്യുന്നത്.
ഓക്സിജന്റെ അല്ലെ റേറ്റ് കാണിക്കാറില്ലേ? ഓക്സിജന്റെ നമ്മുടെ ബോഡിയിലെ ഓക്സിജന്റെ റേറ്റ് കാണിക്കാറുണ്ട് അല്ലെ? പൾസ് ഓക്സിമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ്? പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണ കാണിക്കാറുണ്ട് അല്ലെ? പ്രഷർ BP കാണിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല മറ്റു നമ്മുടെ വൈറ്റൽസുകളും ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലെ? It is most commonly used. ഇത് എവിടെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്? നോർമൽ റൂമുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? വാർഡില് നോർമൽ റൂംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാർഡിയാക് മോണിറ്റർ? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് നോർമൽ റൂംസില് ഇല്ല അല്ലെ? പിന്നെ എവിടെയൊക്കെയാണ്? എമർജൻസി റൂമുകളില് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെയാണ് അല്ലെ കണ്ടിരിക്കുന്നത്. ICUല് കാർഡിയാക് യൂണിറ്റിൽ അല്ലെ? നോക്കി it is most commonly used in emergency rooms and critical care areas to observe post-operative patients with the critical electrolyte imbalance and other unstable patients. എന്താണ് നമ്മൾ ഇത് മോസ്റ്റ് കോമൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എമർജൻസി റൂമുകളില്, ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അല്ലെ? ICUല് അല്ലെ? ICU ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ അല്ലെ? എന്താണ് അവിടെ ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് അല്ലെ? എന്താണ് സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ ഒക്കെ എന്ത് ചെയ്യണം? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തണ്ടേ? വേണ്ടേ? അപ്പൊ അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന്റെ വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെ? എന്താണ് ചില പേഷ്യൻസിന് എന്താണ് ഡയാലിസിസ് ഒക്കെ കഴിയുമ്പോൾ അവരുടെ ശരീരത്തിലെ ധാതുക്കളൊക്കെ കുറഞ്ഞു പോവാ അല്ലെ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയുള്ള ധാതുക്കൾ കുറഞ്ഞു പോവാനോ കേട്ടിട്ടില്ലേ? ഇംബാലൻസ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും പറഞ്ഞ ഡയാലിസിസിൽ പഠിച്ചില്ലേ? ഡയാലിസിസിൽ പഠിച്ചില്ലേ മക്കളെ? മറന്നുപോയോ? അപ്പൊ എന്താണ് ആ ഒരു സമയത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമുക്ക് ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിൽ ഇങ്ങനെ ഇംബാലൻസ് വരാനുള്ള ധാതുക്കളുടെ ഇംബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും നമുക്ക് കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നു. കൂടാതെ അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള മറ്റു പേഷ്യൻസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർഡിയാക് മോണിറ്റർ അവരെ വിലയിരുത്താനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആയോ? നെക്സ്റ്റ് ട്രാക്ഷൻ. ട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? ബാൻഡേജ് ഇടാ അല്ലെ? പ്ലാസ്റ്റർ ഇടാ കേട്ടിട്ടില്ലേ? അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ബോൺസിന് വല്ല ബ്രോക്കണോ അല്ലെ പൊട്ടുക അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഫ്രാക്ചർ വരുമ്പൊക്കെ എന്ത് ചെയ്യും? നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തിട്ട് പ്ലാസ്റ്റർ ഇട്ട് തൂക്കിയിടില്ലേ? ആണോ? അപ്പൊ അതിനെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ഉണ്ട് അല്ലെ? സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലിറ്റൻ ട്രാക്ഷൻ ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാക്ഷൻസ് എന്താണ്? നമുക്ക് ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഒരു പാഡ് പോലെ വെച്ചിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ബാൻഡേജ് ചെയ്യില്ലേ? ആ ഒരു എല്ല് നേരെയാവാൻ വേണ്ടിയിട്ട്, ആ ഒരു ബോണ് നേരെയാവാൻ വേണ്ടിയിട്ട് അല്ലെ? ആണോ? അപ്പൊ നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് എവിടെയാണ്? സ്കിന്നിന്റെ തൊലിക്ക് പുറമേ അല്ലേ? തൊലിയുടെ പുറമെ ഒരു സപ്പോർട്ട്, എക്സ്ട്രാ ഒരു സപ്പോർട്ട് വെച്ച് കാണിട്ട് അല്ലെ? സ്കെലിറ്റൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് എല്ലുകളൊക്കെ ബ്രോക്കൺ ആയി പോകുമ്പോൾ ഉള്ളിലേക്ക് സർജറി ചെയ്ത് കമ്പിയിടുക, സ്ക്രൂ ഇട്ട് മുറുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് അല്ലെ? അത് പെർട്ടിക്കുലർ ഒരു പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും സർജറി ചെയ്ത് ആ കമ്പി റിമൂവ് ചെയ്യേണ്ടിയൊക്കെ വരും അല്ലെ? അപ്പൊ അതാണ് സ്കെലിറ്റൻ ട്രാക്ഷൻ. ഓക്കെ ആയോ? അപ്പൊ എന്താണ്? ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് ടു സ്ട്രെയിറ്റൻ ബ്രോക്കൺ ബോൺസ് ഓർ റിലീഫ് പ്രഷർ ഓൺ ദി സ്പൈൻസ് ആൻഡ് ബോൺസ് അല്ലെ? ഇതാണ് ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ എന്താണ് തകർന്ന എല്ലുകള് ബോൺസുകൾ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നട്ടെല്ലിന്റെയും
അസ്ഥികളുടെയും ഈ എന്താണ് ബോൺസിന്റെയും സമ്മർദ്ദം പ്രഷർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ ട്രാക്ഷന് യൂസ് ചെയ്യുന്നത്. there are mainly two types of traction അല്ലെ, രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണുള്ളത്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ, രണ്ടാമത് skeleton traction. they are utilized in orthopedic medicine അല്ലെ. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? പൾമനോളജിയിൽ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല അല്ലെ, ഓർത്തോയിലാണല്ലേ ഉപയോഗിക്കുന്നത്. രോഗ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, ഓർത്തോപീഡിക് മെഡിസിനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്, മിസ്സിന്റെ മാത്രം തീരാനുള്ളൂ. ആ ഒരു ടെൻഷനിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. മിസ് പ്രൊനൗൺസ് ചെയ്യും കേട്ടോ, സോറി കേട്ടോ. ടെൻഷനില് പെട്ടെന്ന് ക്ലാസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോറി, ആദ്യം തന്നെ ഒരു സോറി പറയുന്നത്. മിസ് എടുത്തത് ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ മിസ് എടുത്ത ഭാഗങ്ങൾ. ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെന്നൊന്ന് നോക്കിയേ. ഇന്നെടുത്തതല്ല, BMI ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ്, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ വെയിറ്റ്, ഹൈറ്റിന് അനുസൃതമായിട്ടുള്ള ഒരു വെയിറ്റ് വേണം അല്ലെ, അതിനൊരു റേഷ്യോ ഉണ്ട് അല്ലെ. അതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ചില മെഷീൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്നതിനായിട്ട്. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. വെയിറ്റ് ഒരാളുടെ ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് മീറ്റർ സ്ക്വയറിലായിരിക്കണം കേട്ടോ, മീറ്ററിലായിരിക്കണം. ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് സ്ക്വയർ. ഫ്ലോ മീറ്റർ. ഓക്കെ, in anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and ഡെൻസിറ്റി. EMG ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് നമ്മൾ അനസ്തേറ്റിക് ഗ്യാസ് മെഷീനിൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്യാസിന്റെ വിസ്കോസിറ്റി അല്ലെ, സാന്ദ്രതയുടെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്പീഡ് ഫ്ലോ നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, കൺട്രോൾ ചെയ്യണ്ടേ. ഓവർ സ്പീഡിൽ കൊടുക്കാൻ പാടുണ്ടോ ഗ്യാസ്? അനസ്തേറ്റിക് ഗ്യാസ് ഒക്കെ നമുക്ക് ഓവർ സ്പീഡിൽ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഒരു നോർമൽ റേഞ്ച് ഉണ്ട് അല്ലെ, പേഷ്യന്റിന് കൊടുക്കാൻ ഒരു നോർമൽ റേഞ്ച് ഇല്ലേ. അപ്പൊ ആ ഒരു റേഞ്ച് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അനസ്തേറ്റിക് ഗ്യാസ് മെഷീനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫ്ലോ മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതിന്റെ വിസ്കോസിറ്റിയുടെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ ആ ഒരു ഗ്യാസിന്റെ ഫ്ലോ അല്ലെ, ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അനസ്തേറ്റിക് ഗ്യാസ് മെഷീനിൽ നമ്മൾ ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞത് EMG അല്ലേ. EMG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമയോഗ്രഫി അല്ലെങ്കിൽ നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും. അപ്പൊ എന്താണ്? നമ്മുടെ നെർവിന്റെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അസസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് EMG. അതെന്താണ് നോക്കുന്നത്? ഇലക്ട്രോമയോഗ്രഫി ഓർ EMG, മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു നെർവ് സ്റ്റിമുലേഷൻ ഓൺ ദി മസിൽ. എന്താണ് EMG? നമ്മുടെ മസിൽസിന്റെ റെസ്പോൺസ് അല്ലെ, നമ്മുടെ പേശികളുടെ പ്രതികരണം അല്ലെങ്കിൽ എന്താണ് പേശികളിലെ നെർവുകളുടെ അല്ലെ, നാഡികളുടെ ഇൻഫ്യൂഷൻ പമ്പ് പറഞ്ഞു തരാം കേട്ടോ. നാഡികളുടെ എന്താണ് സ്റ്റിമുലേഷൻ ചെയ്യുക അല്ലെ, ഉത്തേജനം. നമ്മൾ പറയാറില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ചൂട്
നമ്മുടെ കയ്യിലെ ചൂട് തട്ടിക്കഴിയുമ്പോ നമ്മ എന്ത് ചെയ്യും? ചൂട് തട്ടിക്കഴിയുമ്പോ നമ്മ കൈ പെട്ടെന്ന് പിൻവലിക്കോ? ബാക്കോട്ട് വലിക്കില്ലേ? അതെന്താണ്? നമ്മുടെ നാഡികൾക്ക് ഒരു ഉത്തേജനം ലഭിക്കുന്നത് കൊണ്ടല്ലേ? മസിൽസിൽ നിന്ന് നമ്മുടെ കൈയിന് അല്ലേ? ആണോ? ആ ഒരു ഇതെന്ത് ചെയ്യും? നമ്മുടെ തലച്ചോറിലേക്ക് എത്തിയിട്ടല്ലേ നമ്മ ആ കൈ റിമൂവ് ചെയ്യുന്നത്? നമ്മ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? സ്കൂളിൽ. അപ്പൊ എന്താണ്? അങ്ങനെ നമ്മുടെ നെർവുകളുടെ സ്റ്റിമുലേഷൻ അല്ലെ, ഉത്തേജനം അളക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? EMG ചെയ്യുന്നത്. ചിലർ കേട്ടിട്ടുണ്ടോ കയ്യില് എന്ത് തട്ടിയാലും അവർക്ക് ഫീൽ ചെയ്യാതിരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു തരം തരിപ്പായിരിക്കും അവരെ കൈക്ക്. അവരെ തല്ലിയാലോ പിച്ചിയാലോ അല്ലെ അവർക്കത് അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? മരവിപ്പ് അല്ലെ? ചിലപ്പോ ഒരു വെയിറ്റ് ഉള്ള സാധനങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ അവരെ കയ്യിൽ നിന്ന് അത് വീണു പോവുക. അപ്പൊ അതെന്താണ്? അവരുടെ നെർവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത്, ചിലപ്പോ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാവാം, നെർവിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാവാം, ആ ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രോബ്ലംസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? EMG ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ the test is used to help find the neuromuscular deformity in the course of the test. എന്താണ് ടെസ്റ്റ് നടത്തുന്നത്? നമ്മുടെ ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി, അതായത് മിസ് പറഞ്ഞ പോലെ എന്താണ് കൈക്ക് അല്ലെങ്കിൽ കാലിന് എവിടുത്തെ ഞരമ്പിനാണോ നെർവ്സിനാണോ കംപ്ലൈന്റ്, ആ ഒരു കംപ്ലൈന്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാഡികൾക്ക് ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങള്, ബുദ്ധിമുട്ടുകള്, അപ്പൊ അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൈയുമ്മൽക്ക്, നമ്മുടെ എവിടെയാണോ നടത്തുന്നത്, ഇപ്പൊ കൈയുമ്മിയാവാം കാലുമ്മിയാവാം, കാലിന്റെ ഞരമ്പിനായിരിക്കാം കംപ്ലൈന്റ് അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് സ്മോൾ നീഡിൽസ്, അതായത് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ വെക്കും. എന്നിട്ട് നമ്മുടെ കൈയിന്റെ എവിടേക്കോ അല്ലെങ്കിൽ കാലിന്റെ എവിടെയാണോ ചെയ്യുന്നത് അവിടേക്ക് ഒരു ഷോക്ക് കൊടുത്തിട്ടാണ് അതിന്റെ ആ നെർവ്സിന്റെ പ്രവർത്തനങ്ങള് അവർ മോണിറ്റർ ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് എന്നതാ പറഞ്ഞേ? CFT അല്ലെ, ഇലക്ട്രോഎൻസെഫാലോഗ്രാം, EEG, ഇലക്ട്രോഎൻസെഫാലോഗ്രാം, EEG. ഇൻഫ്യൂഷൻ പമ്പ് പറഞ്ഞില്ലേ? ഓക്കെ. PFT എന്ന് പറഞ്ഞാല് പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്നും പറയാം. നമുക്ക് വേറൊരു രീതിയിൽ ലങ്സ് അസസ്മെന്റ് ടെസ്റ്റ് എന്നും പറയാം. ചില ലാബുകളിലൊക്കെ ലങ്സ് അസസ്മെന്റ് ടെസ്റ്റ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലങ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് PFT. ഇതിൽ എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഇപ്പൊ ആ ലേഡി ആ ഒരു എക്യുപ്മെന്റിലേക്ക് ഊതുന്നത് കണ്ടോ? വായയിൽ പിടിച്ചിട്ട് ഊതുന്നത് കണ്ടോ? അതേപോലെ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ആള്, ഒരു ടെസ്റ്റ് നടത്തുന്ന ആൾ എന്ത് ചെയ്യും? നമ്മളോട് പറയും അതിലേക്ക് ഊതാൻ പറയും. അവര് ചാർട്ട് പറയുമ്പോൾ നമ്മളെടുത്ത് പറയും അതിലേക്ക് ഊത്. നമ്മ അത് ഊതുന്നതിനനുസരിച്ച് ആ ഒരു മോണിറ്റർ നമ്മ ആ ഊതുന്നതിന്റെ സ്പീഡ് ഇങ്ങനെ രേഖപ്പെടുത്തും. നമ്മ ECG ഒക്കെ രേഖപ്പെടുത്തില്ലേ, ഗ്രാഫ് പോലെ അല്ലേ? അതേപോലെ ആ മോണിറ്ററിൽ നമ്മുടെ ആ ഊതുന്ന സ്പീഡ് രേഖപ്പെടുത്തും. അതനുസരിച്ച് നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ ശരിയായ രീതിയിൽ നോർമൽ രീതിയിലുള്ള ഒരു ലങ്സ് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ശരിക്കും ഊതാൻ സാധിക്കും അല്ലേ? അതല്ല, ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പൊ ശ്വാസം മുട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ലങ്സിന് എന്തെങ്കിലും ചുരുങ്ങുക അല്ലെ, ലങ്സ് ചുരുങ്ങുക, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പർട്ടിക്കുലർ ഒരു ടൈം വരും അങ്ങനെ ഊതി നിർത്താൻ പറ്റോ? നിർത്താൻ പറ്റോ? ഇല്ല അല്ലെ?
അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് അല്ലെങ്കിൽ എന്താണ് ചുമ വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ ആണോ? നമുക്ക് എന്താണ് ഈ ടെസ്റ്റിൽ നോക്കുന്നത് നമുക്ക് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാനുള്ള അല്ലെ, ശ്വസിക്കാനുള്ള കഴിവുണ്ടോ, നമ്മുടെ ബോഡിയിൽ അല്ലെ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കാനുള്ള നമ്മുടെ ലങ്സിന്റെ കഴിവ് എങ്ങനെയാണ് എന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് PFT ടെസ്റ്റ് നടത്തുന്നത്. നെക്സ്റ്റ് ഇൻഫ്യൂഷൻ പമ്പ് അല്ലേ. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാല് നമ്മ പറഞ്ഞ പോലെ തന്നെ സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എന്താണ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, അതായത് സർക്കുലേറ്ററി സിസ്റ്റം, രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് അല്ലെ, വെയിൻസിലേക്കൊക്കെ നേരിട്ട് മെഡിക്കേഷൻസ് അല്ലെ, ന്യൂട്രിയൻസ് ഇൻജക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന, ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇൻട്രാവീനസ്ലി നമുക്ക് നേരിട്ട് ഞരമ്പിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾസോ സബ്ക്യൂട്ടേനിയസ്, അതായത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലായിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യില്ലേ, നമുക്ക് TB ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? TB അല്ലെങ്കിൽ ഒരു എന്താണ് അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്യാറില്ലേ, അലർജിയുടെ ടെസ്റ്റ്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിന്റെ അടിയിലേക്കാണ് അല്ലെ ഇൻജെക്ട് ചെയ്തിട്ട് അവരവിടെ മാർക്ക് ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ ഓൾദോ സബ്ക്യൂട്ടേനിയസ് തൊലിപ്പുറത്ത്, അപ്പൊ അങ്ങനെ നമുക്ക് സബ്ക്യൂട്ടേനിയസിൽ മരുന്നുകൾ കൊടുക്കണോ. ആർട്ടീരിയൽ ആൻഡ് സംടൈം യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ അല്ലെ. എന്താണ് നമുക്ക് ഈ നട്ടെല്ലിന് സ്പൈനൽ കോഡിന് ചെയ്യാറില്ലേ? സ്പൈനൽ കോഡിന്റെ ചുറ്റും അല്ലെ, സി സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇൻജെക്ഷൻസ് അങ്ങനെയല്ലേ തരുന്നത്. സി സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുനിച്ച് നിർത്തിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ്, അല്ലെങ്കിൽ ആർട്ടേരിയ അല്ലെ, ധമനിയിലേക്ക് രക്തധമനിയിലേക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള ഭാഗത്തേക്ക് നമുക്ക് എന്ത് മരുന്നുകൾ, ന്യൂട്രിയൻസ് അല്ലെ, പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ മെഡിസിനുകൾ ഇൻജെക്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ ആണോ? നല്ല ചാപ്റ്റർ ആയിരുന്നു അല്ലെ, 3rd and 4th മൊഡ്യൂളിലെ നല്ലൊരു ചാപ്റ്റർ അല്ലേ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻട്രസ്റ്റിംഗ് ആണ്. സെൻട്രിഫ്യൂജ് പറയണം. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാല് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ലബോറട്ടറിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡില യൂറിനിലൊക്കെ കണ്ടന്റുകൾ ഫാക്ടേഴ്സ് വേർതിരിച്ചെടുക്കാണ് ചെയ്യുന്നത് അല്ലെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ WBC, RBC അല്ലെ, പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ, പ്ലാസ്മ, അതൊക്കെ വേർതിരിച്ചെടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ലിക്വിഡില് അല്ലെങ്കിൽ ഒരു ഗ്യാസില് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സിനെ അല്ലെ വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മിസ് കാണിച്ചെന്നില്ലേ കഴിഞ്ഞ ദിവസം വീഡിയോ? നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഉണക്കാനിടാറില്ലേ, ഹസ്ബിൻ ടബില്. അപ്പൊ അതെങ്ങനെയൊക്കെ കറങ്ങുന്നത്? സെൻട്രീന്ന് ബാക്കി ഭാഗത്തേക്ക് കറങ്ങാണ് അല്ലെ, അങ്ങനെയല്ലേ ഉണക്കിയെടുക്കുന്നത്. അപ്പൊ അതേപോലെ എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ ഒരു ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ്സുകൾ എന്ത് ചെയ്യും, ഈ ഒരു സെൻട്രിഫ്യൂജിലുള്ള വെസൽസിൽ ഇറക്കി വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈ സ്പീഡിൽ ആ വെസൽ കറക്കാണ്. അത് കറക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് propels heavier materials to the outside of the vessel. ആ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ വെസലിന്റെ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഓക്കെ ആണോ? മിസ് കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചെന്ന് നിങ്ങൾ കണ്ടില്ലേ? അത് ഓൺ ആക്കിയിട്ട് അതിൽ ആ ഒരു സാധന ലിക്വിഡ്സുകൾ അല്ലെ, ബ്ലഡ് ഒക്കെ വെച്ചും കണ്ടിട്ട് അവര് ഓൺ ആക്കുമ്പോൾ അതെന്താണ്, ഹൈ സ്പീഡിലാണല്ലേ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതിനനുസരിച്ച് നമുക്ക് ആ ഫ്ലൂയിഡ്സുകൾ അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ആ ലിക്വിഡ്സുകൾ വേർതിരിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക, പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പൊ എല്ലാ മോക്ക് ടെസ്റ്റുകളും ചെയ്യാം. പിന്നെ ഗൈഡ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും? PG ക്ക് മിസ് ഉണ്ട് കേട്ടോ. ഗൈഡ് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഗൈഡ് പഠിക്കുക. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കോൺവെക്കേഷൻ സെറിമണി ഒക്കെ വെക്കുമ്പോ നിങ്ങൾ വരാം, എല്ലാവരെയും കാണാം. ഇപ്പൊ മിസ്സിന് മാത്രമേ നിങ്ങൾ അറിയില്ല എന്നുള്ളൂ അല്ലെ. നമ്മ വീഡിയോസ് മിസ്സിന്റെ വീഡിയോ മാത്രം ഓൺ ആക്കുന്നുള്ളൂ, നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുന്നില്ല. അപ്പൊ മിസ്സിനെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വന്ന് സംസാരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാം പഠിച്ച് എഴുതി നിങ്ങൾക്ക് ജോലിയിൽ നല്ലൊരു ജോലിയിൽ കയറാൻ സാധിക്കട്ടെ കേട്ടോ. മിസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവരും ജോലിക്ക് വേണ്ടി തന്നെയാണ് അല്ലെ പഠിക്കാനായിട്ട് കയറുന്നത്. ഏതാണ് 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ഏതാണ്? മിസ്സിനെ പേര് പറഞ്ഞാല് മിസ് പറയാം. 10th ചാപ്റ്റർ ഏതായിരുന്നു മക്കളെ? 4th മൊഡ്യൂളിലാ? പറഞ്ഞേ മിസ് നോക്കട്ടെ. ഏതായിരുന്നു? ട്രീസ മിസ് അല്ലെ? ട്രീസ മിസ് എടുത്ത റെസ്പോൺസിബിലിറ്റി ആണോ? ഓക്കെ. ടെക്സ്റ്റ് കയ്യിലില്ല അല്ലെ? റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ലാസ്റ്റ് മിസ് എടുത്തില്ലേ? മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു മിസ് എടുത്ത റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണാം കേട്ടോ. അപ്പൊ ഇത്രയും ദിവസം ഒരു 6.5 മാസത്തോളം മിസ്സിനോട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. മിസ്സിന്റെ ഭാഗത്തു നിന്ന് താങ്ക്സ്. ഓക്കെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. പഠിക്കാം കേട്ടോ. Thank you. Thank you.